ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ ആക്രമണ കേസിൽ പിടിയിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അക്ഷയ്, ബിതുൽ ബാലൻ, മുബാസ്, അഹമ്മദ് യാസിൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 12 വരെയാണ് റിമാൻഡ്. മന്ത്രി വീണ ജോർജിനെ മാരകായുധം കൊണ്ട് വധിക്കാൻ ശ്രമിച്ചെന്നാണ് FIRലെ ആരോപണം. കൊല്ലട എന്ന് ആക്രോശിച്ച് പ്രതികൾ പാഞ്ഞെടുത്തു. മാരകായുധം കൊണ്ട് കഴുത്തിന് ആക്രമിച്ചെന്നും FIRൽ പറയുന്നു. മന്ത്രിയുടെയും ഗൺമാൻ അഭിലാഷ് എംസിന്റെയും പരാതിയിലാണ് നടപടി. കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി KSU പ്രവർത്തകരായ 5 പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കരിങ്കൊടി കാണിച്ച മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ആക്രമണം തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ടടിക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്തു. പരാതിക്കാരന്റെയും മന്ത്രിയുടെയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നും FIRൽ പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മന്ത്രിയുടെ കഴുത്തിനേറ്റ പരിക്കിന്റെ വേദന കൈയിലേക്ക് കൂടി വ്യാപിച്ചുവെന്നും BP ഹൈ ലെവലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘം രാത്രിയോടെ മന്ത്രിയുടെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കഴുത്തിലെ ക്ഷതം MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകണമെന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിരുന്നു. KSU പ്രവർത്തകർ കഴുത്തിനിടിക്കുകയും കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ 5.5 മണിക്കൂർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രിയെ രാത്രി കൂടുതൽ പരിശോധനകൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിന് നേരെ നടന്നത് ഗുണ്ടായിസമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട്. വനിതാ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ചരിത്രം കേരളത്തിലില്ല. ഇതിനെതിരെ ജനകീയ പ്രതിരോധമൊരുക്കുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനെത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും സംസ്ഥാനത്ത് വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണെന്നുമാണ് VD സതീശൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.